ഹലോ ഗൈസ്, തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായേണ്ട ഞാനിന്ന് എന്താ പറയാൻ പോകുന്നത്. ഒരു ഗെയിമിംഗ് ചാനൽ തുടങ്ങിയിട്ട് ലൈവ് സ്ട്രീം ചെയ്യണമെന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ്, എൽഗാട്ടോ, PC, മിനിമം ഒരു ലാപ്ടോപ്പ് എങ്കിലും വേണം. പക്ഷേ ഇതൊന്നും അഫോർഡബിൾ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കൂട്ടുകാരന്മാരുണ്ട്. ആൻഡ്രോയിഡിൽ എങ്ങനെ ലൈവ് സ്ട്രീം ചെയ്യാന്നുള്ള ആ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഇതുപോലത്തെ ഗെയിമിംഗ് കണ്ടന്റും അതുപോലെ തന്നെ ഷോർട്സും കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ നിങ്ങൾക്ക് പ്രോപ്പർ ഒരു വൈഫൈ കണക്ഷൻ ഉണ്ടായിരിക്കണം. കാരണം BGMI, ഫ്രീ ഫയർ പോലത്തെ വലിയ വലിയ ഗെയിം സ്ട്രീം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ലാഗ് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു പ്രോപ്പർ വൈഫൈ കണക്ഷൻ വേണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോർ എടുക്കുക. പ്രിസം ലൈവ് സ്റ്റുഡിയോ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ആദ്യം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ തന്നെ ഫ്രെയിം സെലക്ട് ചെയ്യുക. പോർട്രേറ്റ് ആണെങ്കിൽ പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ ലാൻഡ്സ്കേപ്പ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് താഴെ സ്ക്രീൻ എഡിറ്റിംഗ് ആണ്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പറഞ്ഞതാ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെയാണ് നിങ്ങൾക്ക് എല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നത്. മേലത്തെ പ്ലസ് ഡോട്ടിൽ കൊടുത്തു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചാറ്റ്, ആഡ് ഇമേജ്, ആഡ് വെബ്, ഗൂഗിൾ പേ നമ്പർ, അങ്ങനെ എന്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റ് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള പോലെ തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റും. അടുത്തതായി ആഡ് ഇമേജ് കൊടുത്തു പറഞ്ഞാൽ നേരെ ഗാലറിയിൽ പോകും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റർ, നിങ്ങളുടെ ചാനലിലെ ലോഗോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യും. ഇതുപോലെ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലെയർ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് പാക്ക് അടിക്കുക, റെഡി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി എൻ്റെ ചാനൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ എങ്ങനെ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ മൈ ചാനൽ കൊടുത്തിട്ട് അവിടെ പ്ലസ് ഡോട്ട് ഉണ്ട്, അവിടെ കൊടുത്തു പറഞ്ഞാൽ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ സ്ട്രീം ചെയ്യുന്നത് ആ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് സൈനപ്പ് ചെയ്തിട്ട് അതിലോട്ട് കയറാവുന്നതാണ്. നിങ്ങളുടെ അക്കൗണ്ട് സൈനപ്പ് ചെയ്തതിന് ശേഷം ബാക്ക് അടിക്കുക. 180p കൊടുത്തു പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസൊല്യൂഷൻ, FPS, ബിറ്റ് റേറ്റ്, കീ, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാവുന്നതാണ്. 30 FPS വെക്കണതൊക്കെയാണ് നല്ലത്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് മൈ ചാനലിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള ഓപ്ഷൻസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവ് സ്ട്രീം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അവിടെ പോയി ക്രിയേറ്റ് ന്യൂ ഷെഡ്യൂൾ കൊടുത്തു പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആഡ് ടൈറ്റിൽ, ആഡ് തംബ്നെയിൽ, പിന്നെ എപ്പോൾ ഷെഡ്യൂൾ ചെയ്യണം, പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ, ഓഡിയൻസ് ചോയ്സ്, കാറ്റഗറി എല്ലാം ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തു പറഞ്ഞാൽ റിസർവേഷൻ കംപ്ലീറ്റഡ് എന്നൊരു ഓപ്ഷൻ വരും, അത് ഓക്കെ കൊടുക്കുക. അപ്പം നിങ്ങളുടെ ലൈവ് ഷെഡ്യൂൾ ആയി എന്നാണ് അർത്ഥം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്ക് അടിക്കുക, ഗോ ലൈവ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വരും, അത് നോ കൊടുക്കുക. കാരണം അത് നിങ്ങളുടെ ലൈവ് ഫുള്ളും റെക്കോർഡ് ചെയ്യാനുള്ളതാണ്. കാരണം സ്റ്റോറേജിൻ്റെ ഇഷ്യൂസൊക്കെ വരുന്നത് കൊണ്ട് അതൊരിക്കലും ചെയ്യരുത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിംഗിൾ ആപ്പാണോ അത് നിങ്ങളുടെ എൻ്റെ സ്ക്രീൻ തന്നെ കാസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഗെയിം കളിക്കുകയാണ്, ഇപ്പോൾ ഞാൻ BGM കളിക്കുകയാണെങ്കിൽ അങ്ങനെ, അപ്പോൾ അതുകൊണ്ട് അത് സെലക്ട് ചെയ്യുക. അത് ജസ്റ്റ് സെലക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ തന്നെ നിങ്ങളുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞു, പ്രോപ്പർ വൈഫൈ കണക്ഷൻ ഇല്ലാണ്ട് BGMI, ഫ്രീ ഫയർ പോലത്തുള്ള ഗെയിംസ് ഒന്നും ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. പ്രോപ്പർ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഇനി ലാപ്ടോപ്പ് യൂസേഴ്സിന് സ്ട്രീം ചെയ്യുന്നുള്ള വീഡിയോ വേണമെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ദ നെക്സ്റ്റ് വീഡിയോ.